ബലമുള്ളതിനെ ലജ്ജിപ്പിക്കുവാൻ ദൈവം ലോകത്തിൽ ബലഹീനമായതിനെ തിരഞ്ഞെടുത്തു. ഉള്ളതിനെ ഇല്ലായ്മ ചെയ്യുവാൻ ദൈവം ലോകത്തിൽ കുലഹീനവും നികൃഷ്ടമായതും ഏതുമില്ലാത്തതിനെയും തിരഞ്ഞെടുത്തു. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ദൈവം തിരഞ്ഞെടുത്തവരെല്ലാവരും ബലഹീനരാണ്. ദൈവം തിരഞ്ഞെടുത്തവരെല്ലാവരും ഏതുമില്ലാത്തവരായിരുന്നു. ഇന്ന് പകൽ നമുക്ക് ബലമുണ്ടെങ്കിൽ, നമുക്ക് ജീവനുണ്ടെങ്കിൽ അത് കർത്താവ് നമുക്ക് തന്ന ബലമാണ്, കർത്താവിൻ്റെ ജീവനാണ്. നാം ഈ ഭൂമിയിൽ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അത് കർത്താവിൻ്റെ സാന്നിധ്യത്തിൽ വെളിപ്പെടുന്ന ദൈവശക്തിയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ കുറവ് പരിഹരിക്കപ്പെടുന്നത് നിങ്ങൾ ദൈവത്തോടു കൂടി നടക്കുമ്പോഴാണ്. നിങ്ങൾ ബലഹീനരായിരിക്കുമ്പോൾ തന്നെ ബലഹീനതയിൽ തികഞ്ഞു വരുന്ന ദൈവശക്തി വെളിപ്പെടുന്നത് യേശുവിനോട് കൂടെ നടക്കുമ്പോഴാണ്. നിങ്ങളുടെ ബാല്യത്തിൽ നിങ്ങൾക്ക് വന്ന പോരായ്മകൾ, കുറവുകൾ, നിങ്ങളെ ആരും ശ്രദ്ധിക്കാൻ ഇല്ലാതിരുന്ന ഒരു കാലം, കൂട്ടുകൂടാനില്ലാതിരുന്ന ഒരു കാലം, ഒന്ന് ഹൃദയം പകരുവാൻ ഒരു കൂട്ടുകാരൻ ഇല്ലാതിരുന്ന ഒരു കാലം, അങ്ങനെയുള്ള ജീവിതത്തിലെ ഒറ്റപ്പെടലുകൾ നിങ്ങൾക്ക് നൽകുന്ന മുറിവുകൾ ചെറുതല്ല. എന്നാൽ പ്രിയപ്പെട്ടവരെ, ഇന്ന് പകൽ നിങ്ങളെ ശ്രദ്ധിക്കാൻ മറ്റുള്ളവരുണ്ട് എന്ന് ചിന്തിച്ച് നിങ്ങളുടെ ബാല്യത്തിൽ വന്ന കുറവുകൾ പരിഹരിക്കപ്പെടുമെന്ന് വിചാരിച്ച് നിങ്ങൾ മനുഷ്യരിൽ ആശ്രയിക്കുന്നതിന് മുൻപ്, മനുഷ്യരുടെ മുമ്പിൽ ഹൃദയം പകരുന്നതിന് മുൻപ്, നിങ്ങളുടെ കുറവ് യഥാർത്ഥമായി പരിഹരിപ്പാൻ കഴിവുള്ള, നിങ്ങളെ ശ്രദ്ധിക്കുവാൻ കഴിവുള്ള, മനസ്സിലാക്കാൻ കഴിവുള്ള യേശുവിൻ്റെ അടുക്കലേക്ക് കടന്നു വരണം. യേശുവിൻ്റെ മുൻപിൽ ഹൃദയം പകരണം. വിശ്വാസത്താൽ യേശുവിനോട് സംസാരിച്ചു തുടങ്ങണം. തുടക്കം അങ്ങനെയായിരിക്കും. വിശ്വാസത്താൽ പ്രാർത്ഥിച്ചു തുടങ്ങും. എന്നാൽ ചില നാളുകൾ കഴിയുമ്പോൾ വചനത്തിലൂടെ ദൈവം ഇടപെടും. ദൈവത്തോട് കൂടെ നടക്കുന്ന ഭക്തന്മാരുടെ അനുഭവം ഞാൻ കേട്ടിട്ടുണ്ട്. ലൈവായി ദൈവം അവരോട് സംസാരിക്കുന്നു എന്നൊക്കെ. അതെ, ചില നാളുകൾ കഴിയുമ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങളൊക്കെ ദൈവം നമുക്ക് തരും. ഇപ്പോൾ വിശ്വാസത്താൽ ഒന്ന് സംസാരിച്ചു നടക്കുക. മറ്റൊരിടത്തും നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കത്തില്ല. നിങ്ങൾ ബലഹീനരാണ്, ബലമില്ല, നിങ്ങൾക്ക് കുറവുണ്ട്. നിങ്ങൾ തികഞ്ഞവരാകുന്നത് യേശുക്രിസ്തുവിൽ മാത്രമാണെന്ന് ഇന്ന് പകൽ അറിയണം. യേശുവിനോട് കൂടെ നടക്കണം. പറയാൻ ശീലിക്കണം, പ്രാർത്ഥിക്കാൻ ശീലിക്കണം. മുൻപിൽ യേശു ആത്മാവാം ദൈവമായി ഉള്ളത് തിരിച്ചറിഞ്ഞ് വിശ്വാസത്താൽ സംസാരിച്ചു തുടങ്ങണം. അങ്ങനെ സംസാരിച്ചു തുടങ്ങുമ്പോൾ ദൈവം തന്നെ നമുക്കൊരനുഭവം തരും. കാരണം നമ്മുടെ മുൻപിലുള്ള ദൈവം ജീവനുള്ള ദൈവമാണ്. ജീവനുള്ളൊരനുഭവം തരും. സത്യമാണെന്ന് നിങ്ങൾ പറയത്തക്കവണ്ണം ഒരനുഭവം തരും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മളെല്ലാവരും ബലഹീനരാണ്. നമ്മുടെ കുറവ് പരിഹരിക്കപ്പെടുന്നത് യേശുവിനോട് കൂടെ നടക്കുമ്പോഴാണ്. അതുകൊണ്ട് ഇന്ന് പകൽക്കാലം യേശുവിനോട് കൂടെ നടക്കുവാൻ, യേശുവിനോട് സംസാരിക്കുവാൻ പരിശുദ്ധാത്മാവ് നമുക്ക് ആഹ്വാനം നൽകുകയാണ്. വചനത്തോട് പ്രതികരിക്കാം.
ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.